Good day to all of you. Welcome to EC Physics. 9th ക്ലാസ്സിലെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് അതിലെ ലാസ്റ്റ് സെറ്റ് ഓഫ് 3 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, 9 and 10. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കുക. ഒന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും പഠിച്ചിരുന്നു, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ആദ്യം 8ാമത്തെ ചോദ്യം ഇതാണ്. സ്പീഡ് ടൈം ഗ്രാഫ് ഫോർ എ കാർ ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. 2 ചോദ്യങ്ങളാണ് അതിനോട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഹൗ ഫാർ ഡസ് ദ കാർ ട്രാവൽ ഇൻ ദ ഫസ്റ്റ് 4 seconds. Shade the area on the graph that represent the distance traveled by the car during this period. ഇതാണ് 1ാമത്തെ ചോദ്യം. അതായത് 4 സെക്കൻഡ് കൊണ്ട് ഈ കാറ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞിരുന്നു സ്പീഡ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ദൂരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഇവിടെ 4 സെക്കൻഡ് കൊണ്ട്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് അല്ലെ, ഇതിന്റെ 4 സെക്കൻഡ് വരെയുള്ള പോർഷൻ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ലൈക്ക് എ ട്രയാങ്കിൾ അല്ലെ. ഇതാണ് ഈ സമയം കൊണ്ട് 4 സെക്കൻഡ് കൊണ്ട് കാറ് സഞ്ചരിച്ചിരിക്കുന്ന ദൂരം. ഇതൊരു ട്രയാങ്കിളിന്റെ ഷേപ്പിലാണ്, ഓൾമോസ്റ്റ് ലൈക്ക് എ ട്രയാങ്കിൾ അല്ലെ. ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിളിന്റെ ബേസ് ടൈം ആക്സിസിലുള്ള 4 സെക്കൻഡ് ആണ്. അപ്പൊ 4 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് y ആക്സിസിലുള്ള സ്പീഡിന്റെ വാല്യൂ ആണ്, അത് 6 ആണ് അല്ലെ. അതായത് ഇവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 6 ആണ്. ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 6, ഇത് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ എത്ര കിട്ടും? 12 മീറ്റർ. അപ്പൊ 12 മീറ്റർ ദൂരമാണ് 4 സെക്കൻഡ് കൊണ്ട് ഈ കാറ് സഞ്ചരിച്ചിട്ടുള്ളത്. ഇനി 2ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് പാർട്ട് ഓഫ് ദ ഗ്രാഫ് റെപ്രസെന്റ് യൂണിഫോം മോഷൻ ഓഫ് ദ കാർ? യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, ഒരു വസ്തു ഈക്വൽ ടൈം ഇന്റർവെല്ലില് ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴാണ് അതിന് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് അല്ലെ. യൂണിഫോം മോഷന്റെ പ്രത്യേകത എന്താ? സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം. സ്പീഡ് കോൺസ്റ്റന്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആയിരിക്കണം. നമ്മൾ ഓൾറെഡി സ്പീഡ് ടൈം ഗ്രാഫിനെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു യൂണിഫോം മോഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഷേപ്പ് എന്ന് പറയുന്നത് ടൈം ആക്സിസിനോട് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന്. ഇവിടെ ടൈം ആക്സിസിനോട് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് ഏത് ടൈം മുതലാണ്? ഇങ്ങോട്ട് നോക്കുക, ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിരിക്കുന്നത് അല്ലെ. അത് ഏത് സമയം മുതലാണ്? 6 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ. അപ്പൊ വിച്ച് പാർട്ട് ഓഫ് ദ ഗ്രാഫ് റെപ്രസെന്റ് യൂണിഫോം മോഷൻ ഓഫ് ദ കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? ദ കാർ റെപ്രസെന്റ് or the car is moving with uniform speed from 6 seconds to 10 seconds. അപ്പൊ ഇതിന്റെ ഉത്തരം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 9ാമത്തെ ചോദ്യം എന്താണ്? സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആർ പോസിബിൾ ആൻഡ് ഗിവ് an example for each of these. അതായത് താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്, അതിന്റെ എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. 1ാമത്തെ ചോദ്യം ഇതാണ്. an object with constant acceleration but with zero velocity. അപ്പൊ ഈ വെലോസിറ്റിയും ആക്സലറേഷനും എന്താണെന്ന് മനസ്സിൽ ഓർക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ഉത്തരം തെറ്റിപ്പോവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലെ. അപ്പൊ വെലോസിറ്റി 0 ആവുമ്പോൾ ആക്സലറേഷൻ 0 ആകും എന്നൊരു പെട്ടെന്നൊരു തോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മള് ഒരു വസ്തുവിന്റെ ഫ്രീ ഫോളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഫ്രീ ഫോൾ എന്ന് വെച്ചാൽ എന്താ? ഒരു വസ്തു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഉള്ള മോഷൻ. ഓക്കെ, നമ്മൾ ഒരു സ്റ്റോൺ എടുത്ത് മുകളിലോട്ട് എറിഞ്ഞു എന്ന് വിചാരിക്കാം. കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അതിന് മുകളിലോട്ട് പോകാൻ പറ്റില്ല, അത് നേരെ താഴോട്ട് തന്നെ വരും. നമ്മൾ വേറൊരു ഫോഴ്സും നമ്മളായിട്ടൊരു ഫോഴ്സും ആ സ്റ്റോണിന്റെ പുറത്ത് ആക്ട് ചെയ്തില്ലെങ്കിൽ പോലും ആ സ്റ്റോൺ കുറച്ച് ദൂരം, ഒരു മാക്സിമം ഹൈറ്റ് ട്രാവൽ ചെയ്തതിന് ശേഷം താഴോട്ട് വരും. കാരണം എന്താ? ഈ ഒരു ഹൈറ്റിൽ, മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി 0 ആകുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതായത് ആ ഒരു മൊമെന്റിൽ ഒരു വസ്തു മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് ആ ഒരു മൊമെന്റിൽ അതിന്റെ വെലോസിറ്റി 0 ആണ്. പക്ഷെ ഏതൊരു വസ്തുവും ഭൂമിക്ക് മുകളിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന ആക്സലറേഷന്റെ പേരാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഒരു വസ്തുവിന് കോൺസ്റ്റന്റ് ആക്സലറേഷൻ, അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലെ,
സീറോ വെലോസിറ്റി ഉള്ളപ്പോൾ തന്നെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ പോസിബിൾ ആണ്. എപ്പോഴാണ്? വെൻ എൻ ഒബ്ജെക്ട് ഈസ് റീച്ചിങ് ദ മാക്സിമം ഹൈറ്റ്, ഇറ്റ്സ് വെലോസിറ്റി ഈസ് സീറോ ബട്ട് ആക്സിലറേഷൻ ഇസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അതും പോസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. An object moving in a certain direction with an acceleration in the perpendicular direction. ഇത് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അതായത് ഒരു ഏതെങ്കിലും ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആക്സലറേഷൻ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്നു. നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മോഷൻ, ഈ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് പഠിച്ചിരുന്നു. എന്താണത്? യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷനിൽ ഒരു വസ്തുവിന്റെ ഏത് ഡയറക്ഷനിലാണ് അതിന്റെ മോഷൻ എന്ന് പറയുന്നത്? സ്പീഡിന്റെ ഡയറക്ഷൻ എപ്പോഴും അല്ല, വെലോസിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും അലോങ് ദ ടാൻജന്റ് ആയിരിക്കും. പക്ഷെ ആക്സിലറേഷൻ വിൽ ബി ഓൾവേസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ. അതുകൊണ്ട് നമ്മൾ അതിനെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നും കൂടെ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാലോ, വെലോസിറ്റിയും ആക്സിലറേഷനും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷനും പോസിബിൾ ആണ്. അതിന്റെ എക്സാമ്പിൾ എന്താണ്? യൂണിഫോം സർക്കുലർ മോഷൻ. ഒന്നാമത്തേത്, അതായത് വെലോസിറ്റി സീറോ ആക്സിലറേഷൻ ഉണ്ട് എന്നുള്ളത്, ഒരു വസ്തു മുകളിലോട്ട് ട്രാവൽ ചെയ്ത് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി സീറോ ആണ്, പക്ഷെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയല്ലോ അല്ലെ? ഇത് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. An artificial satellite is moving in a circular orbit of radius 42,250 kilometers. Calculate its speed if it takes 24 hours to revolve around the Earth. ഇത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നത് എപ്പോഴും സർക്കുലർ പാത്തിലായിരിക്കും അല്ലെ? അപ്പൊ യൂണിഫോം സർക്കുലർ മോഷന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു വസ്തു ഇങ്ങനെ സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്യുവാണെങ്കിൽ സ്പീഡാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. സ്പീഡിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? 2πr ഡിവൈഡഡ് ബൈ ടി. 2 into പൈയുടെ വാല്യൂ 3.14 ആണ്. റേഡിയസ് ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, 42250 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ 24. നമ്മൾ ഒരു സാറ്റലൈറ്റിന്റെ ഒക്കെ സ്പീഡ് സാധാരണഗതിയിൽ കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് പറയാറ്. അതുകൊണ്ട് തന്നെ റേഡിയസിനെ നമുക്ക് കിലോമീറ്ററിൽ തന്നെ വെക്കാം. പക്ഷെ ടൈം 24 hours എന്നുള്ളത് സെക്കൻഡിൽ എഴുതുന്നതാണ് ബെറ്റർ. ഇനി നിങ്ങൾ കിലോമീറ്റർ പെർ അവറിൽ കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മോസ്റ്റ് കോമൺ വേ ഓഫ് റൈറ്റിംഗ് സ്പീഡ് ഓഫ് സാറ്റലൈറ്റ്സ് ആൻഡ് ഓൾ ഇസ് ഇൻ കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ 24 into 60 into 60 എന്ന് ചെയ്ത് ഈ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് ഓഫ് ദ സാറ്റലൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 2 into 3.14 into 42250 ഡിവൈഡഡ് ബൈ 24 into 60 into 60. അത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ആൻസർ ഇത്രയായിരിക്കും. അതൊന്ന് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്ത് നോക്കണം കേട്ടോ. 3.07 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ഉത്തരം കിട്ടുന്നത്. കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ നമ്മൾ താഴെയുള്ള 60 into 60 ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷെ മോസ്റ്റ് കോമൺലി നമ്മൾ കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് ഇതിന്റെ ഉത്തരം എഴുതാറുള്ളത്. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സർക്കുലർ മോഷനിലാണ് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്പീഡ് 2πr ഡിവൈഡഡ് ബൈ ടി. അതാണ് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ്. ബാക്കിയെല്ലാം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെയധികം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എക്സസൈസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാം കേട്ടോ. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.